ഞാൻ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഒരു അടിക്കുറിപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ വെറുതെ തന്നെ അത് വായിച്ചു നോക്കിയപ്പോൾ സത്യം പറഞ്ഞ സങ്കടം വന്നു. ആ അടിക്കുറിപ്പ് എന്താണെന്ന് നിങ്ങൾക്കും ഞാൻ വായിച്ചുതരാം. ഞങ്ങളും പള്ളിക്കൂടത്തിൽ പഠിച്ചവരാണ്. കൂട്ടുകാരുണ്ട് ഞങ്ങൾക്കും. കച്ചറ കൂടിയാണ്, മിണ്ടാണ്ട് നടന്നാണ്, ഒരുമിച്ചിരുന്ന് ബെഞ്ചിൽ നിന്ന് പല വഴിക്ക് പിരിഞ്ഞിട്ടും ഇപ്പോഴും ഇടയ്ക്കിടെ മിണ്ടാറുണ്ട്. പക്ഷേ മിണ്ടാണ്ടിരിക്കുമ്പോൾ പോലും പിണക്കത്തിനപ്പുറം അതിലൊട്ടും പക വന്നിട്ടില്ല അന്നും ഇന്നും. ക്ലാസ്സിൽ ടീച്ചറുടെ അടി കൊണ്ട് കൂട്ടുകാരുടെ കൈവെള്ള ചുവക്കുമ്പോൾ ഞങ്ങളെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഓനേക്കാൾ വേദന അത് കണ്ടു എന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഓനേക്കാൾ കരഞ്ഞത് അടി കൊള്ളാത്ത ഞങ്ങളാകും. തിരിച്ചും അങ്ങനെ തന്നെ. സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ അതിന് അപ്പുറമുള്ള ഓൻ്റെ വീട്ടിൽ ഉപ്പാൻ്റെ അടിയേറ്റ് ഓന് കരയുന്ന നിലവിളി കാതിൽ കേട്ടാൽ ഓടിപ്പോവും. എന്നിട്ട് ആശ്വസിപ്പിക്കും. ചിലപ്പോൾ ഒപ്പം കരയും. തിരിച്ചും അങ്ങനെ തന്നെ. ഞങ്ങൾ തമ്മിൽ തല്ല് കൂടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ ഉമ്മമാരെ പിടിച്ചു മാറ്റിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഓൾക്കറിയാം ആ തല്ലുകൂടിനപ്പുറം ഒരു ഉറക്കത്തിൻ്റെ ആയുസ്സുള്ളൂ. ഞങ്ങൾക്ക് വീഡിയോ ഗെയിം ഇല്ലായിരുന്നു, വാട്സപ്പ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം തോൽക്കാറില്ലായിരുന്നു, ജയിക്കാറ്. 3-4 പൊതികൾ ഒന്നിച്ച് ഒരേലയിലേക്ക് ഞങ്ങൾ 6-7 പേർ കഴിച്ചിരുന്നു. കാരണം ഞങ്ങൾ സഹപാഠി ബന്ധമില്ല, സഹോദര ബന്ധത്തിലായിരുന്നു. കൂടെ നടന്നവന്, കൂടെ ഇരുന്നവന്, കൂടെ കളിച്ചവന് തല്ലിക്കൊല്ല നിനക്ക് എങ്ങനെയാണ് കൈ ഉയർത്താൻ തോന്നിയത്? എത്ര ചിന്തിച്ചിട്ടും നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാവുന്നില്ലല്ലോ മക്കളെ. ഇതൊരാളെഴുതി കുറിപ്പാണ്.